അപ്പൻ 4 അടിച്ചാൽ മകൻ 6 അടിക്കും. ലോക ക്രിക്കറ്റിലെ പിതാവും പുത്രനും ആരൊക്കെയെന്ന് നോക്കിയാലോ. അപ്പനെ പോലൊരു കള്ളനാണെന്ന് തന്നെ ആദ്യം വിളിച്ചു തന്നെ അമ്മ. കള്ളനായാലും ക്രിക്കറ്ററായാലും അപ്പന്റെ വഴി പിന്തുടരാൻ ശ്രമിക്കുന്നവരാണ് മക്കളിൽ ഭൂരിഭാഗവും. ലോക ക്രിക്കറ്റിൽ അപ്പന്റെ വഴി പിന്തുടർന്ന് അപ്പനേക്കാൾ മികച്ചവരായ കുറച്ച് കളിക്കാരെ പരിചയപ്പെട്ടാലോ. യോഗിരാജ് സിംഗിന്റെ മകൻ യുവരാജ് സിംഗ് ദേശീയ ടീമിന് വേണ്ടി ഒരു ടെസ്റ്റും 6 ഏകദിനവും കളിച്ച് ക്രിക്കറ്റ് അല്ല തന്റെ വഴി സിനിമയാണെന്ന് തിരിച്ചറിഞ്ഞ് പഞ്ചാബി നടനായി മാറിയ യോഗിരാജ് സിംഗ് മകനെ ലോകമറിയുന്ന ക്രിക്കറ്ററാക്കി. 2 ലോകകപ്പുകൾ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച യുവരാജ് സിംഗ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റർ ഒരപ്പന്റെ മോഹഭംഗത്തിന്റെ പ്രതികാരമായിരുന്നു. സ്റ്റുവർട്ട് ബ്രോഡ്, സൺ ഓഫ് ക്രിസ് ബ്രോഡ്, 24 ടെസ്റ്റും 34 ഏകദിനവും ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ച ക്രിസ് ബ്രോഡ് മകൻ സ്റ്റുവർട്ട് ബ്രോഡിനെ താരമായി തന്നെ വളർത്തി. ഇംഗ്ലീഷ് പെസർ നിരയിൽ മാരക പ്രകടനശേഷിയുള്ള സ്റ്റുവർട്ട് ബ്രോഡ് അപ്പനേക്കാൾ 3 ഇരട്ടി ടെസ്റ്റും ഏകദിനവും ഇതിനോടകം തന്നെ കളിച്ചു കഴിഞ്ഞിരിക്കുന്നു. പീറ്റർ പൊള്ളോക്കിന്റെ മകൻ ഷോൺ പൊള്ളോക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി 28 ടെസ്റ്റിൽ നിന്നായി 116 വിക്കറ്റ് നേടിയ പീറ്റർ പൊള്ളോക്കിന്റെ മകൻ അപ്പനേക്കാൾ ഒരുപടി കടന്ന് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിന്റെ വസന്തമായി. 421 വിക്കറ്റും 3781 റൺസും നേടി ഷോൺ അപ്പനേക്കാൾ മികച്ചവൻ ഞാനാണപ്പ എന്ന് ഉറപ്പിക്കുന്നു. ജെഫ് മാഷിന്റെ കുട്ടികൾ ഷോണും മിച്ചലും 1987 ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിന്റെ ഓപ്പണറായിരുന്ന ജെഫ് മാഷ് മക്കളെ ക്രിക്കറ്റ് അല്ലാതെ മറ്റൊന്നും പഠിപ്പിച്ചില്ല. അപ്പനിൽ നിന്നും പഠിച്ച മക്കളോ അപ്പന്റെ പ്രതീക്ഷകളെ പാടെ നിരാശപ്പെടുത്തിയുമില്ല. എന്ന് മാത്രമല്ല അപ്പനെ ഓർമ്മിപ്പിക്കും വിധം ക്രിക്കറ്റിൽ പ്രശോഭിക്കുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ ലാല അമർനാഥിന്റെ പുത്രന്മാർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ലാല അമർനാഥിന്റെ മക്കളായ സുരീന്ദർ അമർനാഥും മൊഹീന്ദർ അമർനാഥും അപ്പന്റെ പാത പിന്തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെത്തി. സുരീന്ദർ അമർനാഥ് അത്രയൊന്നും ശോഭിച്ചില്ലെങ്കിലും മൊഹീന്ദർ അമർനാഥ് പ്രഥമ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ സെമി ഫൈനലിലെയും മാൻ ഓഫ് ദി മാച്ചും മൊഹീന്ദർ അമർനാഥ് ആയിരുന്നു. ലിസ്റ്റ് അപൂർണമാണെന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾ പറയാൻ ബാക്കി വെച്ച പിതാപുത്ര ക്രിക്കറ്ററെ കുറിച്ച് കമന്റായി നിങ്ങൾ കുറിക്കുമല്ലോ. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.